ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാജി എബ്രഹാം. തിരുവല്ലയാണ് എൻ്റെ സ്വദേശം. ഞാൻ പുന്നപ്ര ശാന്തി ഭവനിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. ബ്രദർ മാത്യു ആൽവിനും ഞാനും തമ്മിൽ പരിചയപ്പെടുന്നത് 2012 തൃശ്ശൂർ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വച്ചാണ്. അന്ന് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഗായകനായിരുന്നു. 2012 ധ്യാനത്തിൽ ബ്രദർ മാത്യു ആൽബിൻ കാവി വസ്ത്രധാരിയായി ധ്യാനത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ ഭക്തിയോടെ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുവാനിടയായി. ധ്യാനം കഴിഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുകയും വിവരം ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ വാങ്ങിച്ചു വയ്ക്കുകയും ചെയ്തു. ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ കാരണം ചില ദിവസങ്ങൾക്ക് മുൻപ് ബ്രദർ മാത്യു ആൽബിൻ മൗനവ്രതം ആചരിക്കുന്നത് മാധ്യമങ്ങളിൽ കൂടി ആശ്രമത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ ദൂരസ്ഥലങ്ങളിൽ നിന്നും, അതായത് തിരുവനന്തപുരം, കാറ്റാടിമല, കാസർഗോഡ്, കണ്ണൂർ അങ്ങനെയുള്ള അനവധി സ്ഥലങ്ങളിൽ നിന്നും കാണുവാനായി വരുന്നവർക്ക് മാത്രമല്ല, അവിടെയെല്ലാം ബ്രദർ പോയി സാക്ഷ്യവും വചനശുശ്രൂഷയും നിർവഹിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെയെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പള്ളിയിൽ നിന്നും എല്ലാ ദിവസവും അദ്ദേഹം വിശുദ്ധ കുർബാന കഴിഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴും മറ്റുള്ളവരുമായി സംസാരിക്കാത്തതിൻ്റെ തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പരസ്യം ചെയ്തത്. ചിലർ ഇതിനെ വിമർശിക്കുകയും വല്ല വാർക്കപ്പണിക്കും പോയിക്കൂടെ എന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ മറുപടിയായിട്ട് ആണ് ഞാൻ ഈ അഭിപ്രായത്തിലൂടെ ഇത് ചെയ്യുന്നത്. ബ്രദർ മാത്യു ആൽബിൻ വിദേശത്തേക്ക് പോവുകയോ വിദേശ ഫണ്ട് ശേഖരിക്കുകയോ കള്ളപ്പണം വെളുപ്പിക്കുകയോ പണം വാങ്ങിച്ച് ആളുകളെ താമസിപ്പിക്കുകയോ ചെയ്യുന്ന സ്ഥലമല്ല ശാന്തിഭവൻ. വാച്ചാപ്പറമ്പിൽ കുഞ്ചറിയ സാർ മരിച്ചുപോയ തൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഭവനം വച്ചു കൊടുക്കുകയും ആ ഭവനമാണ് ഇന്ന് ശാന്തിഭവൻ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും വിറ്റിട്ട് അദ്ദേഹവും ഭാര്യയുമായി ഇന്ന് ഈ കെട്ടിടത്തിലാണ് ഒരു മുറിയിൽ താമസിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞതും കണ്ടതും സാക്ഷിയാണ്. ഇവിടെ ഇപ്പോൾ 200ഓളം പേർ താമസിക്കുന്നുണ്ട്. അതിൽ 27ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. അടുക്കളയിൽ പാചകം ചെയ്യുന്നവർ, കുളിപ്പിക്കുന്നവർ, നഖം വെട്ടൽ, മുടിവെട്ടൽ എന്നിവ ചെയ്യുന്നവർ, ഓഫീസിൽ പ്രവർത്തിക്കുന്നവർ, ചാനലിൽ പ്രവർത്തിക്കുന്നവർ എല്ലാം കൂടി 27 പേരോളം ഇവിടെ ജീവനക്കാരായി പ്രവർത്തിക്കുന്നു. കൂടാതെ ശാന്തിഭവനിൽ 7 കമ്മിറ്റിക്കാരും പ്രവർത്തിച്ചു വരുന്നു. മാസങ്ങൾക്ക് മുൻപ് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ശാന്തിഭവനിൽ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും സുഹൃത്തുമാണ്. അദ്ദേഹം 70 വയസ്സ് പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. 70 വയസ്സായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, 70 ആയെന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പോഴും ചുറുചുറുക്കോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. ഇടയ്ക്ക് ഹരിപ്പാട് വന്ന് എന്നെ കാണും, ഓരോ കാര്യങ്ങൾ പറയും. ഇതിൽ 3 ഡോക്ടർമാരും 4 നേഴ്സുമാരും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു.
ഡോക്ടർ സൂര്യകാന്ത്, ഡോക്ടർ ബാലമുകുന്ദൻ, ഡോക്ടർ നന്ദന, നഴ്സുമാരായ അമ്പിളി, ജോമോൾ, അജിത, പാർവതി എന്നിവരും പ്രവർത്തിക്കുന്നു. ഇതിൽ പലരും 70,000 തവണ കണ്ടു കഴിഞ്ഞു. അതിൽ അപൂർവം 2-3 പേർ മാത്രമാണ് വിമർശിച്ചിട്ടുള്ളത്. കൈയില്ലാത്തവർ, കുഷ്ഠരോഗികൾ, കിഡ്നി പോയവർ, അങ്ങനെയുള്ള മാരകമായ രോഗം ബാധിച്ചവർ, ആർക്കും വേണ്ടാതെ അനാഥരായി തെരുവിൽ കിടന്നവരായ ആളുകളാണ് ഇവിടെയുള്ളവർ എല്ലാം. പണം വാങ്ങിച്ച് ഇവിടെ ആരെയും താമസിപ്പിക്കുന്ന സ്ഥലമല്ല ശാന്തിഭവൻ. ബ്രദർ മാത്യു ആൽവിൻ ചോറ് വാരി കൊടുത്തും മുടി വെട്ടിയും അവരോടുകൂടി ഒരുമിച്ച് വരിയായി നിന്നുകൊണ്ട് ശുശ്രൂഷകർ വിളമ്പുന്ന ഭക്ഷണം വാങ്ങിച്ച് അന്തേവാസികളോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ബ്രദർ മാത്യു ആൽവിൻ അന്തേവാസികളുടെ മുടി വെട്ടുകയും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുകയും ഒരിക്കൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനസിക രോഗിയായ അന്തേവാസി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഞെരിക്കുകയും കൈ ഒടിക്കുകയും ചെയ്തു. ആ കൈ കൊണ്ടാണ് അവരെ തലോടുന്നതും അവരുടെ മുടി വെട്ടിക്കൊടുക്കുന്നതും മറ്റും. അതുപോലെ തന്നെ ബ്രദർ മാത്യു ആൽവിൻ്റെ ഭാര്യയായ മേരിയമ്മ ഭക്ഷണം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി മാവ് ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്തേവാസിയായ ഒരു മാനസിക രോഗി അടുക്കളയിൽ കയറി ചെന്ന് എന്താണ് ഇത്ര താമസം ഭക്ഷണം വിളമ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് കിടന്ന വിറക് കമ്പെടുത്ത് മേരിയമ്മയുടെ തലയ്ക്കടിക്കുകയും മേരിയമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും ചെയ്തത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ വിമർശനങ്ങൾ വളരെ നല്ലതാണ്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ സത്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് വിമർശിക്കുകയും കഴിയുമെങ്കിൽ ശാന്തിഭവൻ സന്ദർശിക്കുകയും ഇവിടുത്തെ അവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ദൈവ അനുഗ്രഹമാണ്. ഒറ്റ വാക്കിൽ ഞാൻ ഇവിടെ വന്ന സാഹചര്യം, ഞാൻ രോഗിയായി പല ആശുപത്രികളിലും കയറി ഇറങ്ങി മരുന്ന് പോലും ഫലിക്കാതെ ഡോക്ടേഴ്സ് മരിക്കുമെന്ന് വിധി എഴുതിയപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധത്തിൽ പരിചയത്തിൽ ശാന്തിഭവനിൽ ഞാൻ എത്തുകയും അദ്ദേഹം എനിക്ക് അവിടെ അഭയം നൽകി അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് കഞ്ഞിയും അച്ചാറുകളും വാരി വിളമ്പി എനിക്ക് തരികയും അതിൽ കൂടി എനിക്ക് സൗഖ്യം ലഭിക്കുകയും അന്നു മുതൽ ഇന്ന് വരെയും ആ സൗഖ്യം എന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്രയും വാക്കുകൾ കേൾക്കുവാൻ വായിക്കുവാനും മനസ്സ് കാണിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ സൗഖ്യമാക്കിയ, എനിക്ക് വിടുതൽ തന്ന, എനിക്ക് അഭയം തന്ന ശാന്തിഭവനത്തെ നന്ദിയോടുകൂടി ഓർക്കുകയും കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.